പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. മാറുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ കൈകാര്യം ചെയ്യുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എഫക്റ്റീവ് പാരന്റിങ്ങിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സിസ്റ്റർ ക്രിസ്റ്റ മരിയോട് ചോദിച്ചറിയാം. ഹായ് സിസ്റ്റർ, പാരന്റിങ്ങിൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്ക മാതാപിതാക്കളും രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ ജോലിയുടെ സ്ട്രെസ്സിനോട് കൂടിയാണ് അവർ കുട്ടികളെയും വളർത്തുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുടെ സ്ട്രെസ് അനുഭവപ്പെടാം. അങ്ങനെ വരുമ്പോൾ കുറച്ച് സമയം കുട്ടികളോട് കൂടി ആയിരിക്കാൻ, അവരെ ഒന്ന് കേൾക്കാൻ, അവരെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ മാതാപിതാക്കൾ സമയം കണ്ടെത്തുന്നത് നല്ലതാണ്. പിന്നെ മാതാപിതാക്കളുടെ ഓരോ ദിവസത്തെ സാഹചര്യങ്ങൾ കുട്ടികളെ സ്നേഹപൂർവ്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. പിന്നെ കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മാതാപിതാക്കൾക്ക് ഉത്തരം നൽകാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ വിദഗ്ധരായ വ്യക്തികളുടെ സഹായം തേടുന്നത് സ്ട്രെസ് കുറയ്ക്കുവാനുള്ള ഒരു മാർഗമാണ്. ഇന്നത്തെ മാതാപിതാക്കളുടെ ചിന്താഗതിയാണ് കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, ക്ലാസ്സിൽ അവൻ ഒന്നാമനാകണം, അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും സമ്മാനം കിട്ടണം എന്നുള്ളതൊക്കെ. ഇതാണോ യഥാർത്ഥത്തിലൊരു എഫക്റ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്? എഫക്റ്റീവ് പാരന്റിങ് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരു കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയും ധാർമ്മിക ബോധവും ഉത്തരവാദിത്വ ബോധവും നല്ല ജീവിത മൂല്യങ്ങളും നൽകുവാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാകണം. എൻ്റെ കുട്ടി ഒന്നാമതാകണം എന്നുള്ളൊരു ചിന്ത ഒരു കാരണവശാലും ഒരു സ്ട്രെസ്സായി മാറാൻ പാടില്ല. മറിച്ച് കുട്ടികളുടെ ചെറിയ പരിശ്രമങ്ങൾ പോലും പ്രോത്സാഹിപ്പിക്കുകയും പരാജയങ്ങളിൽ അവനോട് കൂടെ ആയിരിക്കുവാൻ അല്ലെങ്കിൽ പക്വതയോടുകൂടെ എങ്ങനെ നേരിടണമെന്ന് അവന് പറഞ്ഞു കൊടുക്കുവാനൊക്കെ മാതാപിതാക്കൾ തയ്യാറാകണം. പിന്നെ മാതാപിതാക്കളുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ കുട്ടികളെ വളർത്താതെ അവരുടെ കഴിവനുസരിച്ച് വളർത്തുവാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ മാതാപിതാക്കളാണ് കുട്ടികളുടെ സ്കൂളും അധ്യാപകരും ഒക്കെ. അപ്പം മാതാപിതാക്കൾ വേണം നല്ല മാതൃക നൽകാൻ. സിംഗിൾ ചൈൽഡ് ആണോ പാരന്റിങ്ങിന് നല്ലത്? എത്ര കുട്ടികൾ വേണമെന്നുള്ളത് ദമ്പതികളുടെ തീരുമാനമാണ്. അവരുടെ സാഹചര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതി, ചുറ്റുപാടുകളൊക്കെ നോക്കി അവർക്ക് തീരുമാനമെടുക്കാം. ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉള്ളതാണ് നല്ലതെന്നാണ് എൻ്റെ സ്വന്തം അഭിപ്രായം. ഒരു കുട്ടി ഉണ്ടായി വേണ്ടത്ര ഗ്യാപ്പ് ഇല്ലാതെ അടുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ മുതിർന്ന കുട്ടിക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് പാരന്റ്സിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒരു പുതിയ കുട്ടി കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ മുതിർന്ന കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരും, എനിക്ക് കിട്ടിയിരുന്ന പരിഗണന, സ്നേഹം, കരുതൽ ഇതൊക്കെ ഇനി എനിക്ക് കിട്ടുമോ എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും കടന്നു വരാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ മാതാപിതാക്കളെ എങ്ങനെയാണോ മറ്റൊരു കുട്ടിക്ക് വേണ്ടി ഒരുങ്ങുന്നത് അതുപോലെ തന്നെ മുതിർന്ന കുട്ടിയെയും ഒരുക്കുവാനായിട്ട് തയ്യാറാകണം. പിന്നെ അത്രയും കാലം മാതാപിതാക്കൾ മുതിർന്ന കുട്ടിക്ക് കൊടുത്തിരുന്ന ആ സ്നേഹവും പരിഗണനയും ഒക്കെ തുടർന്ന് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ പ്രഗ്നൻസി കാലഘട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുതിർന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാകണം. കുടുംബത്തിൽ ഞാനും എൻ്റെ സഹോദരനും തുല്യ സ്ഥാനമുള്ളവരാണെന്നുള്ള ബോധ്യം മാതാപിതാക്കൾ അവരിൽ ജനിപ്പിക്കണം. താങ്ക് യു സിസ്റ്റർ.